ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBS GNM ആൻഡ് ANM കോഴ്സിന്റെ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് തേർഡ് അലോട്ട്മെന്റിൽ വന്നിട്ടുള്ളത്, ഏത് കോളേജിൽ ഏത് കോഴ്സ് ആണ് വന്നിട്ടുള്ളത് എന്നതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അതിൽ തേർഡ് അലോട്ട്മെന്റ് ആദ്യമായി കിട്ടിയ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീസ് ആണ് ആദ്യമായിട്ട് അടയ്ക്കേണ്ടത്. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ചെല്ലാൻ വഴിയായിട്ടോ നിങ്ങൾക്ക് അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൺലൈൻ വഴിയായിട്ടാണ് നിങ്ങൾ അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 hours കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെന്റ് മെമ്മോ വരുന്നതും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതും. എന്നാൽ നിങ്ങൾ ഫെഡറൽ ബാങ്ക് ചെല്ലാൻ വഴിയായിട്ടാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 24 hours കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രൊഫൈലിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് 22 ഒക്ടോബർ വരെയാണ്. അതിനുശേഷം 23-ാം തീയതിക്ക് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ പോയി കോളേജിൽ ഡയറക്റ്റ് ചെന്ന് അഡ്മിഷൻ എടുക്കണം. ഫീസും ഡോക്യുമെന്റ്സും ഒക്കെ ആയിട്ട് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. ഇതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പ്രോസ്പെക്ടസിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓവറോൾ BSc നഴ്സിംഗിന്റെ സെയിം രീതിയിലുള്ള ഡോക്യുമെന്റ്സ് തന്നെയാണ് നിങ്ങൾ ഇവിടെയും കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗിന്റെ പോകേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. ഓരോ കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം വാക്സിനേഷൻ ഒക്കെ എടുത്താൽ മതിയാകും. അവരെന്താണ് പറയുന്നത് അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ടോക്കൺ ഫീ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. എന്തായാലും ടോക്കൺ ഫീ വരുന്നത് 5000-ന് താഴെ ആയിരിക്കും. ഒരു ഫസ്റ്റ് ഇയറിലെ ഫീസും നിങ്ങൾ റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. SC ST OEC കാറ്റഗറി സ്റ്റുഡൻസിനൊക്കെ ഫീ കൺസെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അലോട്ടഡ് ലിസ്റ്റ് നോക്കിയും ANM ആൻഡ് GNM കോഴ്സിൽ ആർക്കൊക്കെ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്, എത്ര ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിനാണ് കിട്ടിയിട്ടുള്ളത്, ഏത് കാറ്റഗറിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെയും നോക്കാം. അല്ലാത്ത പക്ഷം ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കാനും കൂടി സാധിക്കുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം എന്നാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ജോയിൻ ചെയ്തതിന് ശേഷം വേക്കൻസി ഉണ്ടെങ്കിൽ അവർ പറയുന്ന പ്രകാരം ചിലപ്പോൾ NOC മേടിച്ചിട്ടായിരിക്കാം ഇനി 4th അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ NOC ഇല്ലാതെയും ആകാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ച് കോളേജിൽ അഡ്മിഷൻ എടുക്കുക. ആദ്യം നിങ്ങളുടെ സീറ്റ് നിങ്ങൾ സെക്യൂർ ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഏത് രീതിയിലാണോ LBSന്റെ അപ്ഡേറ്റ് വരുന്നത് അതനുസരിച്ച് മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ച് ഈ ഒരു അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാതെ നിങ്ങളുടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മുന്നോട്ട് അലോട്ട്മെന്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കുക. ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ചാനലിലൂടെ പറയുന്നതായിരിക്കും. അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ആരും തന്നെ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അടുത്ത അലോട്ട്മെന്റിനേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു റിസ്ക് ഇല്ലാത്ത ഫാക്ടറാണ്. കാരണം മുന്നോട്ട് പോകുന്തോറും സീറ്റ് വാക്കൻസി കുറഞ്ഞു വരികയാണ്. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.